ഗായ്സ്, അപ്പം നമ്മുടെ ഫഹമിൻ്റെ എൻഗേജ്മെൻറ്റിന് എത്തി. നമ്മൾ വീട്ടിൽ നിന്നൊന്നും വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. നമുക്ക് ഭയങ്കര തിരക്കായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ രാവിലെ എണീറ്റതും ഒരുക്കമായിരുന്നു എൻ്റെ. എന്താ വെച്ചാൽ രാവിലെ 8 മണിക്ക് മാറ്റിയിട്ട് 10 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഞങ്ങൾ എത്തിയത് ഇവിടെ 11:30 ആ സമയത്ത് എത്തി. പക്ഷേ ഇതുവരെയായിട്ടും ഫഹമി ലാൻഡ് ചെയ്തിട്ടില്ല. ഇപ്പം സമയം 12:30 അവൾ ഇത്ര നേരമായിട്ട് ലാൻഡ് ചെയ്തില്ല. ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ ഇപ്പം അവൾ വന്നു. ഞങ്ങളെ കണ്ടത് ഹായ് പറഞ്ഞിട്ടൊക്കെയാണ് വരുന്നത്. ഇപ്പം ഞങ്ങളുടെ അടുത്ത് കണ്ടിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മോ, എന്നെ ഇപ്പൊ തന്നെ ഫേമസ് ആക്കുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, അങ്ങനെ നമ്മുടെ ഫഹ്മി വന്ന് നമ്മളൊക്കെ സംസാരിച്ചിട്ട് മെറ്റലായിട്ടേക്ക് പോയിരിക്കുന്നത്. ഇത് നമ്മുടെ ഫഹ്മീൻ്റെ അനീതിയാണ് കേട്ടോ, ഒന്നേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഞാൻ ഫഹ്മീൻ്റെ ഡ്രസ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ഫായാണെങ്കിൽ ഒടുക്കത്തെ ഫോണിൽ കളിയാണ്. എപ്പോഴും ഫോണിൽ കുത്തിക്കൊണ്ടേയിരിക്കും. ഇതാണ് മായൻ്റെ സ്വഭാവം. അപ്പോൾ ഫഹ്മിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. അവൾ ഡ്രസ്സ് അടിച്ചിരിക്കണത് അവളുടെ ഉമ്മയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അടിച്ചിരിക്കുന്നത്. എല്ലാരോടും സംസാരിച്ച് നിൽക്കുകയാണ് അല്ലേ? എല്ലാരോടും സംസാരിച്ച് നിൽക്കുകയാണ്. വരാം വ്ളോഗ്. അപ്പോൾ ഇതാ ഫഹ്മിൻ്റെ ചെക്കൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ളൂ കേട്ടോ. ഒരു 1:30 ആ സമയത്ത്, 1:45 ആ സമയത്താണ് വന്നത്. അപ്പോൾ ഇതാ ഫഹ്മി ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നല്ല രസമുണ്ടാവുള്ള കാണാൻ, എന്ത് ഭംഗിയാണില്ലേ. അതിൻ്റെ ഇടയിൽ അവർക്ക് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് മുട്ടായി കൊണ്ടുവന്നൊക്കെ കൊടുത്തു. ഞങ്ങൾ ഫഹ്മിൻ്റെ പറഞ്ഞിട്ട് ഞങ്ങൾക്കും കൊണ്ടുവരണമെന്ന്. ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നുണ്ട്. 2:15 ഫുഡ് കഴിക്കാൻ. നല്ല വിശപ്പുണ്ട്. നല്ല വിശപ്പായി. സമയം 2:15. ഫുഡ് വന്നിട്ട് അതിൻ്റെ എന്താണ് ഫുഡ്? ബിരിയാണി, ചില്ലി. മതിയാ? അങ്ങനെ ഏതെങ്കിലും ഒരു പ്ലേസ് നടക്കും. മറ്റേ ചാവക്കാടാ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഫുഡ് കഴിക്കുന്ന നേരത്തെ നമുക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ വേറെ ഒന്നല്ല, നമ്മുടെ ഫഹ്മിക്ക് വേണ്ടി നമ്മൾ സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ ഷോപ്പ്. നമ്മുടെ കോളേജിൻ്റെ അവിടെയാണ് ഈ ഷോപ്പ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ നമ്മുടെ ഫഹ്മീൻ്റെ വീട്ടിൻ്റെ അവിടേക്ക്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഓർഡർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇത് മുറിക്കാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളില്ല. എന്താ വെച്ചാൽ റിതയാണ് കേട്ടോ. റിത ഭയങ്കര മിസ് ചെയ്യുന്നത് ഞങ്ങളുടെ ഗ്യാങ്ങിൽ ഒരാളാണ്. ഇപ്പോൾ ഗൈസ്, ഇതിൻ്റെ ഇടയിൽ നമ്മുടെ മൂസി ഫഹ്മിക്ക് ഒരു സാധനം കൊടുക്കുന്നത് വെച്ചാൽ അവളുടെ കേക്കിൽ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു അവളുടെ. പക്ഷെ അത് കേക്കാണ് വിചാരിച്ചിട്ട് കൊടുത്തതാണ്, ചോക്ലേറ്റാണ് വിചാരിച്ചിട്ട് കൊടുത്തതാണ്. പക്ഷെ അതല്ലാതെ സ്പോഞ്ചായിരുന്നു. പാവം നല്ല ചവച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആ സമയത്ത് അവൾ ചിരിയൊക്കെ കാണാൻ. അപ്പോൾ ഗായ്സ്, അങ്ങനെ നമ്മുടെ എൻഗേജ്മെൻറ്റ് ഫങ്ഷനൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയം 4:30 കഴിഞ്ഞു. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങാനും കുറച്ച് ഫോട്ടോഷൂട്ടും വീഡിയോ ഒക്കെ എടുത്തതാണ്. ഞാനും മൂസി ഭയങ്കര സന്തോഷമായിട്ട് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കണം. നല്ല വെയിലുണ്ട്. ഞങ്ങൾ റീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മൂസി കുഴൽമന്നത്ത് ഇറങ്ങും, ഞാൻ പെരുങ്ങോട്ടുകൃഷിയാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ ഞങ്ങൾ ഈ ബസ്സിലുണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ നല്ല രസമുണ്ടില്ലേ എന്നുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി എന്തായാലും നമ്മൾ കോളേജിൽ പോണത് ഒക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ഇനി എടുക്കുന്നതായിരിക്കും. കുറേ ആയി ഞാൻ വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.